പുട്ടുപൊടി വെച്ചിട്ട് ആവിയിലൊരു അട തയ്യാറാക്കാം. മിക്സിയിട്ട് ജാറിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ശർക്കര വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്നട്ടും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കാം. ഒരു പ്ലേറ്റിന് മുകളിൽ വാഴൻ്റെ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അടിച്ചെടുത്ത ബാറ്റർ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം. വാട്ടിയെടുത്ത ബനാനന്റെ കൂട്ടും കൂടെ മുകളിലിട്ടെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ബാറ്റർ ഒഴിച്ചെടുക്കാം. ഇനി 15 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ആവി തയ്യാറാക്കിയ പുട്ടുപൊടി കൊണ്ടുള്ള അട നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുട്ടുപൊടി വെച്ചിട്ട് ആവിയിലൊരു അട തയ്യാറാക്കാം. മിക്സിയിട്ട് ജാറിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ഇട്ട്